ഷബാനാസ് കിച്ചണിലേക്ക് എല്ലാവരും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ റെസിപ്പി വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ്. പഞ്ഞി പോലെ തൂവെള്ള കളറിൽ എങ്ങനെ ഒരു വട്ടയപ്പം തയ്യാറാക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇതുപോലെ തയ്യാറാക്കുമ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ ഈവനിങ് സ്നാക്സ് ആയിട്ടൊക്കെ കഴിക്കാം. ഒഴിച്ചു കൊടുത്ത പാത്രത്തിൽ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കാത്ത രീതിയിലും എങ്ങനെ പെർഫെക്റ്റായി ചെയ്തെടുക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. സോഫ്റ്റും ടേസ്റ്റുമായ ഈ വട്ടയപ്പം എങ്ങനെ തയ്യാറാക്കി എടുക്കുക എന്നുള്ളത് നോക്കാം. ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 കപ്പ് എന്ന അളവിൽ പച്ചരി ഇട്ട് കൊടുക്കുന്നുണ്ട്. 250 ml കപ്പാണ്. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഈ അരി കുതിർത്താൻ വെക്കാം. അരി കഴുകാതെയാണ് ഞാൻ കുതിർത്താൻ വെച്ചിരിക്കുന്നത്. നമുക്ക് അരച്ചെടുക്കുന്ന സമയത്ത് കഴുകി വൃത്തിയാക്കി എടുക്കാം. ഇനി മറ്റൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് എന്നുള്ള ജവ്വരി ഇട്ട് കൊടുക്കുന്നുണ്ട്. സാബുനരി എന്നും പറയും. പച്ചരി ഗ്ലാസിൻ്റെ അളവിൽ എടുക്കുകയാണെങ്കിൽ 2 ഗ്ലാസ് എന്ന അളവിലെടുക്കുമ്പോൾ 1/2 ഗ്ലാസ് എന്ന അളവിൽ ജവ്വരി ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്ക് സാബുനരിയിലേക്ക് 1/2 കപ്പ് എന്ന അളവിൽ വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട്. അതും കുതിർത്താൻ വെക്കണം. അരിയും ജവ്വരിയും കുതിർത്താൻ വെച്ചിട്ടുണ്ട്. 7 മണിക്കൂറെങ്കിലും കുതിർത്താൻ വെക്കണം. അപ്പം ഞാൻ രാത്രിയാണിത് കുതിർത്താൻ വെച്ചിരിക്കുന്നത്. 7 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ അരി കഴുകി വൃത്തിയാക്കി എടുക്കുന്നുണ്ട്. ഇനി നമുക്കിതൊരു മിക്സർ ജാറിലിട്ട് അരച്ചെടുക്കണം. ജവ്വരിയിൽ ഒഴിച്ച വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ജവ്വരിയൊക്കെ നല്ലപോലെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. മിക്സർ ജാറിലേക്ക് അരി കഴുകി വൃത്തിയാക്കി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ജവ്വരി ഇട്ട് കൊടുക്കുക. ഈ ഒരു മധുരത്തോടെ കറി ഒഴിച്ച് കഴിക്കുകയാണെങ്കിൽ ഇതേപോലെ 2 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതി. പഞ്ചസാരയുടെ അളവൊക്കെ നിങ്ങൾക്ക് കൂട്ടും കുറയ്ക്കും ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്തി കൊടുക്കേണ്ടത് തേങ്ങയാണ്. അപ്പോൾ അധികം മൂക്കാത്ത കരിക്കിൻ്റെ രൂപത്തിലുള്ള തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിൻ്റെ ബാക്ക് വശത്തുള്ള കളറൊക്കെ കളഞ്ഞതിന് ശേഷമാണ് തേങ്ങ എടുത്തിരിക്കുന്നത്. മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് ഇതൊക്കെ കൂടി നല്ലപോലെ അരച്ചെടുക്കണം. തേങ്ങയിലുള്ള വെള്ളം കൂടി ചേർത്തി കൊടുത്ത് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല തിക്കായിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് 1 ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് അരച്ചെടുക്കാം. 1 ഗ്ലാസ് എന്ന അളവിൽ തേങ്ങയുടെ വെള്ളം ഒഴിച്ചു കൊടുത്തിരുന്നു. അത് അരച്ചെടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ 1 ഗ്ലാസ് എന്ന അളവിൽ പച്ചവെള്ളം ഒഴിച്ചു കൊടുത്തിരുന്നു. അപ്പോൾ 2 ഗ്ലാസ് എന്ന അളവിലാണ് വെള്ളം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അരച്ചെടുത്ത് കഴിഞ്ഞപ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയായിരുന്നു. നല്ല വെള്ള കളറിലാണ് നമ്മൾ മാവ് അരച്ചെടുത്തിരിക്കുന്നത്. ഇനി ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഈ മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്തി കൊടുക്കുന്നത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. പെട്ടെന്ന് ഫെർമെൻറ്റേഷനായി കിട്ടും. 1/2 ടീസ്പൂൺ എന്ന അളവിലാണ് ചേർത്തി കൊടുക്കുന്നത്. അതിനുശേഷം ഈസ്റ്റൊക്കെ എല്ലാവരും എത്തണ പോലെ മാവ് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഈസ്റ്റൊക്കെ കട്ട പിടിച്ച് കിടക്കാത്ത രീതിയിൽ നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ എന്ന അളവിൽ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എനിക്ക് ഇത്തിരി വട്ടയപ്പം മധുരത്തോടെ കഴിക്കാനാണ് ഇഷ്ടം. കറി ഒഴിച്ച് കഴിക്കുകയാണെങ്കിൽ മധുരത്തിൻ്റെ അളവൊക്കെ കുറയ്ക്കാവുന്നുള്ളൂ. ഇനി നമുക്ക് മൂടി വെച്ചതിന് ശേഷം 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ മാവൊക്കെ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇതേപോലെ മെല്ലെ ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊരു ഇഡ്ഡലി ചെമ്പ് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് വട്ടയപ്പം ഒഴിച്ചെടുക്കാവുന്നുള്ളൂ. വെള്ളമൊക്കെ നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഒരു തട്ട് വെച്ച് കൊടുത്തതിന് ശേഷം ഞാനൊരു ഇതേപോലത്തെ ഒരു പാത്രത്തിലേക്ക് നെയ്യ് തടവിയതിന് ശേഷം ഈ പാത്രത്തിലേക്ക് 1/4 ഭാഗം അളവിലാണ് മാവ് ഒഴിച്ചു കൊടുക്കുന്നത്. മൂടി വെച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് 10-15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ മാവൊക്കെ ഒട്ടിപ്പിടിക്കാത്ത രീതിയിൽ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. പാത്രത്തിലുള്ള വട്ടയപ്പം മാറ്റിയതിന് ശേഷം ഞാൻ അതേപോലെ ചെറിയ പാത്രങ്ങൾ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. നെയ്യ് തടവിയതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നുള്ളൂ. ഈ പാത്രത്തിൽ ഒഴിച്ചു കൊടുത്ത് വേവിച്ചെടുത്തതിന് ശേഷം നമുക്ക് തണുത്താറിയതിന് ശേഷം നമുക്ക് ഓരോ പാത്രത്തിൽ നിന്നും വിടിയിച്ചെടുക്കാവുന്നുള്ളൂ. ഓരോ പാത്രത്തിൽ നിന്നും ഇതേപോലെ സൈഡൊക്കെ ഒന്ന് കത്തി വെച്ച് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാവുന്നുള്ളൂ. അപ്പോൾ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയ വീഡിയോസുമായിട്ട് വരാം.